ഞാൻ പറഞ്ഞത് ഫൊർഗെറ്റ് അബൌട്ട് ലിസ്റ്റിംഗ്, ഫൊർഗെറ്റ് അബൌട്ട് SME ലിസ്റ്റിംഗ്. ഒരു കാശ് വേണമെങ്കിലും നമ്മൾ റെഡി ആയിരിക്കണം. ഫിനാൻഷ്യൽസ് റെഡി ആയിരിക്കണം, നമ്മൾ ഇന്റേണൽ മാനേജ്മെന്റ് റെഡി ആയിരിക്കണം, ഇന്റേണൽ കൺട്രോൾ റെഡി ആയിരിക്കണം. ഇതെല്ലാം റെഡി ആയാലാണല്ലോ നമ്മൾ ഇൻവെസ്റ്ററെ കൊണ്ടുവരാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ റെഡിനെസ് അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഇതിൻ്റെ ഗ്യാപ്പ് പഠിക്കണം. നിങ്ങളുടെ ഒരു എക്സിസ്റ്റ് എന്തായാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കഴിഞ്ഞ 3 വർഷം നിങ്ങൾ എങ്ങനെയാണോ നടത്തിയത് അതിനെ പറയുന്ന പേരാണ് ഡ്യൂ ഡിലിജൻസ്. ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ ഗ്യാപ്പ് ഉള്ളത്. നിങ്ങളുടെ അക്കൗണ്ടിങ് സിസ്റ്റം, നിങ്ങളുടെ GST കംപ്ലയൻസസ്, നിങ്ങളുടെ ഇൻകം ടാക്സ് കംപ്ലയൻസ്, നിങ്ങളുടെ കമ്പനീസ് ആക്ട്, നമ്മുടെ സെബി, ഫെമ, RBI, PF, ESI, ഗ്രാറ്റുവിറ്റി, ഇതെല്ലാം അപ്ലിക്കബിൾ ആണല്ലേ? നമ്മൾ ചെയ്യുന്ന ബിസിനസ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, കമ്പനീസ് ആക്ട് ഉണ്ട്, ഫെമ ഉണ്ട്, RBI ഉണ്ട്, PF ഉണ്ട്, ESI ഉണ്ട്, ഈ നിയമങ്ങളൊക്കെ ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലൈൻഡ് ആണോ? Fintaxman, the mentor your business needs.